ഡോക്ടർ സുബൈർ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അറിയാവുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടാവും. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു പ്രബോധകന്റെ മനസ്സെന്താന്ന് വിവരിച്ചു. ഫുട്ബോൾ ഗ്രൗണ്ട്, ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഈ ബോളിന്റെ പിന്നെ കഴിച്ചൊക്കെ കഴിച്ചിട്ട് അതിലൊരു കരിങ്കല്ല് നിറച്ചിട്ട് അവർ തുന്നിക്കൂട്ടിയിട്ട് അപ്പൊ അവർക്കൊരു കൂട്ടുകാരനെ ഈ പന്ത് അടിപ്പിച്ചിട്ട് കാല് പൊട്ടിക്കണം. ഇതാണ് ഈ ആളുകളുടെ. ഈ സംഗതി അറിയാവുന്ന ഒരു ചെറിയ കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അയാള് പിറകോട്ട് പോയി ഇങ്ങനെ അടിക്കാൻ നോക്കുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞു. അതിൽ കരിങ്കല്ലുണ്ട്, നിങ്ങളെ ചതിക്കാനാണ്. ഈ മനസ്സായിരിക്കണം ഒരു പ്രബോധകന്. അരിതേ ഏതുപോലെ ഞാൻ അതിന് വേറൊരു ഉദാഹരണം പറയാം. ഒരു 10 നില കെട്ടിടത്തിന് മുകളിൽ ഒരു ചെറിയ കുട്ടി തൂങ്ങി നിൽക്കുകയെന്ന് വിചാരിക്കുക. അതിന് മുകളിൽ താഴോട്ട് വീണ് പോയി കുട്ടി കിട്ടിയൊരു കമ്പിയിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ളവന്റെ മനസ്സെന്തായിരിക്കും? നിങ്ങൾ ചിന്തിക്കും. ജാതിയും മതവും നോക്കാതെ നമ്മുടെ മനസ്സെന്തായിരിക്കും? തൂങ്ങിക്കുന്ന കുട്ടിന്റെ ജാതി നോക്കുവോ? അവന്റെ അച്ഛനമ്മ ഏതാ നോക്കുവോ? ആ കുട്ടീനെ എങ്ങനെ? ഇതുപോലെ ആയിരിക്കണം ഒരു പ്രബോധകന്റെ മനസ്സ്.